മാർക്കസ് മെർഗലോയുടെ അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർക്കസ് മെർഗലോയുടെ ലേറ്റസ്റ്റ് ട്വീറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഉടനെ തന്നെ അവരുടെ സിഇഒയുടെ കാര്യത്തിൽ ഒരു മാറ്റം വരുത്താൻ പോവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു സിഇഒയെ നിയമിക്കാൻ പോകുന്നു എന്നാണ് നമ്മുടെ മാർക്കസ് മെർഗലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ സിഇഒ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിലെ സിഇഒ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഇല്ല. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ടുള്ള സുഷേൻ വഷിസ്റ്റ് മാത്രമാണ് ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഒരു അറിവ്. പിന്നെ നേരത്തെ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ സിഇഒ വീരൻ ഡിസിൽവ എന്ന് പറയുന്ന പുള്ളിയായിരുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിസും പിന്നെ ഫണ്ട് ഇറക്കുന്ന നിഖിലും കൂടെ ആണെന്നാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ. ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു സിഇഒയെ നിയമിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിൽ എക്സ്പീരിയൻസ് ഉള്ള ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സിഇഒയെ നിയമിച്ചാലായിരിക്കും അതിന്റെ പ്രയോജനം ഉണ്ടാവുക. ഉദാഹരണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എങ്ങനെ ഇങ്ങനെ മാറി എന്നുള്ള ചോദ്യത്തിനുള്ള ഒരേ ഒരു ഉത്തരം അവരുടെ സിഇഒ ആയിട്ടുള്ള മന്ദർ താമനെയാണ്. ബംഗളൂരു എഫ്സിയുടെ പ്രൈം ബംഗളൂരിന്റെ സിഇഒ ആയിട്ടുള്ള മന്ദർ താമനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ സിഇഒ ആയിട്ട് നിയമിച്ചപ്പോൾ ഒരൊറ്റ സീസൺ കൊണ്ട് ടീമിനകത്തുണ്ടാക്കിയ മാറ്റങ്ങൾ, റിക്രൂട്ട്മെന്റിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ കൊണ്ട് ബംഗളൂരുവിൽ നടക്കുന്ന വിപ്ലവത്തിന്, ബംഗളൂരുവിലല്ല നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഈ ഒരു മനുഷ്യനാണ്. അതുപോലെ ക്ലബ്ബിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിഇഒ വന്നു കഴിഞ്ഞാൽ ഇവിടെയും മാറ്റങ്ങൾ വരും. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യമായതുകൊണ്ട് തന്നെ അമിത പ്രതീക്ഷകളില്ലാതെ പുതിയ സിഇഒയ്ക്ക് വേണ്ടി കാത്തിരിക്കാം എന്നേ ഉള്ളൂ.